ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ ഫ്രം സെറ്റ് ടോക്സ്. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അതെ, നമ്മളിന്ന് കാര്യമായിട്ട് നമ്മളെ ഭയങ്കരമായ സപ്പോർട്ടോട് നാട്ടിലേക്ക് വന്നിട്ടല്ലേ. എവിടെയാണ്? അപ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞ പോലെ ഇനി എക്സാം എഴുതാൻ ഷിറ്റ് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ബുക്ക് നോക്കിയിട്ട് എക്സാം എഴുതാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ എന്തോ പുതിയ റൂൾ വരാൻ പോകുന്നതല്ല. റൂളല്ല, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. കേട്ടപ്പോൾ ഞാനും ആദ്യം ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോഴ്സ് എന്ന് വെച്ചിട്ട് ഞാനും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോഴ്സിനെ പറ്റി അറിയാൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നിട്ടില്ലേ. ചിലപ്പോൾ ഉറപ്പ് പറയുന്നില്ല, പാത്തു ആ കോഴ്സിന് ചേരാൻ ചാൻസ് ഉണ്ട് അല്ലേ? യെസ്, 3 months വെറും യെസ്. ഞാനെന്തായാലും ചേരാൻ ചാൻസ് ഇല്ല, ഇവിടെ ചേരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ യെസ് ചിലപ്പോൾ ഓക്കെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മെഡിക്കൽ കോഡിംഗ് എന്നാണ് ആ ഒരു കോഴ്സിൻ്റെ പേര്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയകാര്യം. നമുക്ക് എക്സാം ബുക്ക് തുറന്നു വെച്ചിട്ട്, നമ്മൾ പഠിക്കുന്ന ബുക്ക് തുറന്നു വെച്ചിട്ട് നമുക്ക് അത് നോക്കിയിട്ട് എക്സാം എഴുതാം, എന്നിട്ട് അതിന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ പറ്റി അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷനിലേക്കാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നും, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നൊക്കെ തോന്നും. അല്ല, അതിനെപ്പറ്റി കൂടുതൽ എന്തായാലും അറിയാണ്ട് ഏത് ഡിഗ്രിയിലെ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സാണ്. 3 മാസമേ ഉള്ളൂ. അത്യാവശ്യം നല്ല പേരും കിട്ടുന്ന, പ്ലേസ്മെൻറ്റ് അവർ 100% ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ ഉള്ളിലേക്ക് പോവാം. യെസ്, ഇതിനകത്തേക്ക് കയറിയിട്ട് അപ്പൊ ഈ 3 പേരാണ് ഇതിന്റെ പില്ലർ എന്ന് വേണം പറയാം അല്ലേ, ഫൗണ്ടേഴ്സ് എന്ന് വേണം പറയാം. മിസ്റ്റർ ഷഹീർ, മിസ്റ്റർ രഗിലേഷ്, മിസ്റ്റർ അബ്ദുള്ള ഹസൻ. അപ്പോൾ നമുക്ക് ഇവർ ഓരോരുത്തരോടായിട്ട് നമുക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷഹീർ ഭായിനോട് ചോദിക്കാനില്ലേ? അപ്പം പോവല്ലേ? അപ്പൊ ഷഹീർ ഭായി, എന്താണ് വിശേഷം? സുഖം. ഓക്കെ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്നോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു, അതായത് ബുക്ക് നോക്കിയിട്ട് എക്സാം എഴുതലാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ മെഡിക്കൽ കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ്? മെഡിക്കൽ കോഡിംഗ് നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻസിന്റെ ഡാറ്റാസ് അതെന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ 30, 40, 50 പേജൊക്കെയുള്ള ഫയലുകൾ വളരെ കുറഞ്ഞ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പരിപാടി, അതായത് വലിയ വലിയ ഡാറ്റ ചെറിയ ചെറിയ കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ കോഡിംഗ് എന്ന് പറയുന്ന പരിപാടി. അത് പഠിച്ച ആൾക്കാരെ നമ്മൾ കോഡേഴ്സ് എന്ന് വിളിക്കും അല്ലെ. കോഡർ, മെഡിക്കൽ കോഡേഴ്സ്. മെഡിക്കൽ കോഡിംഗ് വേറുണ്ട്, IT കോഡിംഗ് വേറുണ്ട്. അപ്പോൾ മെഡിക്കൽ കോഡിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സംഭവം. അപ്പൊ ഇതിന് കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 3 months. 3 months മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സാം എങ്ങനെയായിരിക്കും? എക്സാം എത്ര പേപ്പർ ഉണ്ടാവും എക്സാം? സിംഗിൾ പേപ്പർ ആണ്, ഒറ്റൊരു പേപ്പർ മാത്രമേ ഉള്ളൂ. 5 hours 40 minutes വരുന്ന സിംഗിൾ പേപ്പർ. 5.5 മണിക്കൂർ വരുന്ന ഒരു സിംഗിൾ പേപ്പർ. ഈ 5.5 മണിക്കൂർ നമുക്ക് ബുക്ക് നോക്കി അടിച്ചു എഴുതാം. എഴുതലാണോ ഓപ്ഷൻ കുത്തലാണോ? ഓപ്ഷൻസ് മാത്രം. 150 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ്. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? നെഗറ്റീവ് മാർക്ക് ഇല്ല, ഒന്നുമില്ല. എല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത്, ഡയറക്റ്റ് പോയിന്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് 5.5 മണിക്കൂർ കൊണ്ട് ബുക്ക് നോക്കിയിട്ട് എഴുതാൻ പറ്റുന്ന എക്സാം. കോഴ്സിന്റെ പേര് മെഡിക്കൽ കോഡിംഗ്. ഈ 150 ക്വസ്റ്റ്യൻസിൽ 105 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു CPC ഹോൾഡർ ആണ്. ഈ CPC എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. CPC നമ്മളെ എക്സാമിന് പറയുന്നതാണ് CPC, സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ CA എക്സാമിനൊക്കെ പറയലുണ്ട്, എക്സാം പാസ്സായ ആൾക്കാരും ജോബിന് പോകുന്നതാണ്, എക്സാം പാസ്സാവാത്ത ആളും ജോബിന് പോകുന്നതാണ്. അപ്പൊ ഇതിന് എക്സാം പാസ്സായ മാത്രമേ ജോബ് സാധ്യതയുള്ളൂ, അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. ഇപ്പം എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ഞങ്ങളിപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വർക്ക് ഫ്രം ഹോം നാച്ചുറൽ വന്നു. മാത്രമല്ല ഓപ്പണിങ്സ് വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സിവിൽക്കൊക്കെ നേരത്തെ അറിയാലോ, ഓൾറെഡി നമുക്ക് ഒരുപാട് ട്രേഡ്സ് ഉണ്ട് ഈ ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ നമ്പർ ഓഫ് ഓപ്പണിങ്സും കൂടുതലാണ്. അപ്പോൾ ഓരോ സെക്ടറിലും ഇതിന്റെ സാധ്യതകൾ ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ. മാത്രമല്ല ദുബായിലൊക്കെ കുറേ ഉണ്ട്, UAE-ലും ബാക്കിയുള്ള കൺട്രീസിലൊക്കെ കുറേ ഉണ്ട്, ഇന്ത്യയിൽ ഇതിപ്പോ ആയി വരണം. അപ്പോൾ ഒരു പുതിയ കോഴ്സാണ്. നമ്മൾ ഈ എഞ്ചിനീയറിംഗും ഡോക്ടറും എല്ലാം പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന BCom കോഴ്സൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, അത് ഈ ആൾക്കാരിലേക്ക് എത്താത്തൊരു കാലം. അന്ന് അതിന് സ്കോപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അതിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഫ്രഷ് കോഴ്സാണ്, അത് ഈ ആൾക്കാരിലേക്ക് എത്തിയില്ല, നല്ല സാധ്യതയുള്ളൊരു കോഴ്സാണ്. അതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് 4 വർഷമൊക്കെ പഠിച്ചിട്ട് മൂപ്പർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന, അതായത് ഫസ്റ്റ് കിട്ടുന്ന സാലറി എന്ന് പറയുമ്പോൾ 10 താഴൊക്കെ ഉണ്ട്. അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അങ്ങനെയൊക്കെയാണ് റിയാലിറ്റി. പക്ഷേ ഈ ഒരു കോഴ്സിന് ഒരു സ്റ്റാർട്ടിംഗ് സാലറി എത്ര നമുക്ക് പറയാൻ പറ്റും? നമ്മൾ CPC ഹോൾഡേഴ്സിന് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ പ്ലേസ്മെന്റിൽ 27,000 സ്റ്റാർട്ടിംഗ് പാക്കേജ് വാങ്ങിച്ചിട്ട് ആളുകളുണ്ട്. ഇപ്പോൾ സബീൽക്ക പറഞ്ഞ പോലെ തന്നെ ഞാനൊരു BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ സ്റ്റാർട്ടിംഗ് പാക്കേജ് ആസ് തന്നെ 6,500 ആയിരുന്നു. സോ അതെ, ഒരു നോൺ CPC ഓർഡർക്ക് എങ്ങനെയായാലും ഒരു 10 to 15 ആ സ്ലാബാണ്. ഒരു നോൺ CPC എക്സാം പാസ്സാവാത്ത ആൾക്ക്, പാസ്സായ ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 20 to 25 അങ്ങനെയായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കോവിഡിന് ശേഷം ഇപ്പോൾ 27 വരെ സ്റ്റാർട്ടിംഗ് പാക്കേജ് കൊടുത്തത് ഞങ്ങൾ കാണാം.
ഓക്കെ, നമ്മളെ ഷെയർ ബായിന്റെ കയ്യിൽ നിന്ന് കോഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ എക്സാമിന്റെ പ്രൊസീജിയറും ഏകദേശം നമുക്ക് മനസ്സിലായി. ഇതിന് സാധാരണ നമ്മൾ അപ്രൂവൽ ഉണ്ടാവുമല്ലോ, ആരാണ് ഈ എക്സാം നടത്തുന്നത്? AAPC എന്ന് പറഞ്ഞാൽ AAPC എന്ന് പറയുമ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് എന്ന് പറയുന്നത് AMAയുടെ അണ്ടറിൽ രജിസ്റ്റേഡ്, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അണ്ടറിൽ രജിസ്റ്റേഡ് ആണ്. നമുക്ക് IMA പോലെ തന്നെ യൂസിൽ AMA. ഓക്കെ, ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഏത് സംഭവം ചെയ്താലും ദുബായിൽ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ MOH DH എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സാം ഉണ്ട്, അതൊക്കെ എഴുതിയിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കേഷൻ CPC നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദുബായിൽ നമുക്ക് ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് വർക്ക് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. യെസ്. അപ്പൊ നമ്മൾ കോഴ്സ് എന്താണെന്ന് കറക്റ്റ് നമ്മൾ ഷെയർ ബായ് പറഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ ഇൻഡെപ്തിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് അടുത്ത ആളെ ക്ഷണിക്കാം. അടുത്ത ആൾ നമ്മൾ കൂടുതലുള്ളത് മിസ്റ്റർ റെഗുലേഷ്. മൂപ്പരുടെയൊക്കെ ഡീപ്പായിട്ട് നമ്മൾ ഈ ഒരു ജോബിന്റെ നേച്ചറിനെ പറ്റി ചോദിക്കാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 10 വർഷത്തിന് മേലെ 2010 തൊട്ട് മൂപ്പർ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് കോഡിങ്ങിൽ ഇന്ത്യയിൽ തന്നെ ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ? വളരെ കുറവായിരിക്കും. കേരളത്തിൽ പിന്നെ നോക്കേ വേണ്ട അല്ലേ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും നമ്മൾ ഈ ഒരു ജോബ്, എങ്ങനെയായിരിക്കും ജോബിന്റെ നേച്ചർ എന്ന് പറയും? ആക്ച്വലി ഇതൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് വർക്കാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ഫയലിനെ കോഡ് രൂപത്തിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഡിക്കൽ കോഡിംഗ്. ഇത് ഹെൽപ്പ് വരുന്നത് ഇൻഷുറൻസ് സൈഡിലുള്ള വർക്കാണ്. കാരണം ഇൻഷുറൻസിന്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇൻഷുറൻസിലും ഇതിലും രണ്ട് കോഡ് സംഭവങ്ങളുണ്ടോ? എന്നിട്ട് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ ഹോസ്പിറ്റൽ സൈഡിൽ ഒരു കോഡർ ഉണ്ടാവും, അതേപോലെ ഇൻഷുറൻസ് സൈഡിലും ഒരു കോഡർ ഉണ്ടാവും. അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരിക്കും ഈ മെയിൻ ആയിട്ട് കോഡിങ് സംഭവങ്ങളിലെ. എന്നിട്ടായിരിക്കും നമ്മുടെ ക്ലെയിമും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇത് ഇന്ത്യയിൽ എത്രത്തോളം ഇത് ഇപ്പോ പ്രാബല്യത്തിലുണ്ട്? ഇന്ത്യയിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സൈഡിൽ ബില്ലിംഗ് പർപ്പസിനാണ് മെയിനായിട്ട് ഇന്ത്യൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് ആണ്. പുറം രാജ്യങ്ങളിലെ ഹോസ്പിറ്റലിലെ പേഷ്യൻ്റ് ഫയലുകൾ ഇന്ത്യയിലെ ഔട്ട്സോഴ്സിംഗ് കമ്പനികളിൽ വന്നിട്ട് അവരാണ് മെഡിക്കൽ കോഡേഴ്സിന് ഹയർ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഇതിന് തൊഴിൽ സാധ്യത ഉണ്ടല്ലേ? ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളെ സ്റ്റാർട്ടിംഗ് സാലറി CPC എക്സാം ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 25 ഒക്കെ കിട്ടാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കാലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എത്ര രൂപ വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്? അതായത് ഇതിൽ നമ്മളെ ഒരു സാലറി ഹൈക്ക് എന്നൊക്കെ പറയുമല്ലോ, അതിന്റെ ഗ്രോത്ത് എത്ര വരെ പോകാൻ ചാൻസ്? ഗ്രോത്ത് നല്ല പാക്കേജിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ 6 month എക്സ്പീരിയൻസ് 1 year എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഒരു കമ്പനി 30% ഹൈക്കാണ് ആ കാൻഡിഡേറ്റിന് കൊടുക്കുന്നത്. 30% ഹൈക്ക് സ്റ്റാർട്ടിങ്ങിന് വരുന്നുണ്ട്. അതല്ലാതെ ഇതിൽ പല പല ട്രേഡ്സ് ഉണ്ട്, ഇൻ പേഷ്യൻറ്റ്, ഔട്ട് പേഷ്യൻറ്റ്, അതേപോലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ പ്രോജക്റ്റ് സ്പെസിഫിക്കേഷനിൽ സാലറി ഹൈക്ക് കൂടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പൊ നല്ല തൊഴിൽ സാധ്യത മാത്രമല്ല, അതേപോലെ തന്നെ നല്ല പാക്കേജും കിട്ടാനുള്ള ഒരു കോഴ്സാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും 3 മാസത്തെ കോഴ്സ് പഠിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത കിട്ടുന്നത്. അപ്പൊ താങ്ക് യു. നമുക്ക് പ്ലേസ്മെന്റിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ അബ്ദുൽ ഹാസനെ വിളിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സിനെ പറ്റി അറിഞ്ഞു, അതുപോലെ ജോബ് നേച്ചറിനെ പറ്റി അറിഞ്ഞു. ഇനി നമുക്കറിയാനുള്ളത് അതിന്റെ പ്ലേസ്മെന്റിനെ പറ്റിയാണ്. അതായത് നിങ്ങൾ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻ എത്രത്തോളം ഒരു കുട്ടിയെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എത്രത്തോളം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു പ്ലേസ്മെന്റിന് വേണ്ടി? എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ്, എവിടെയാണ് നിങ്ങൾ അവരെ പ്ലേസ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങൾ എന്താ അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ മെയിനായിട്ട് ഇന്ത്യയിൽ, നമ്മളിപ്പം ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ 15 years ആയിട്ട് ഇന്ത്യയിലുണ്ട്. 4 വർഷമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ത്യയിൽ വരുന്ന പ്രധാന നഗരങ്ങളെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളിലും നമ്മൾ പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട്. എടുക്കുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, മുംബൈ വരുന്നുണ്ട്. പിന്നെ കേരളത്തിലാണെങ്കിൽ കൊച്ചി, ട്രിവാൻഡ്രം വരുന്നുണ്ട്, കാലിക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഏരിയകളിലും ഒരുപാട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഫ്രം നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അപ് ടു ദിസ് ടൈം വരെ, എസ്റ്റേഡേ വരെ എന്താണ് ഇന്റർവ്യൂസ് ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് നിങ്ങൾ ഇന്റർവ്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബാക്കി അവരുടെ കയ്യിലാണ്. ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് അവരുടെ കയ്യിലാണ്. പക്ഷെ എന്നാലും നിങ്ങൾ നല്ല ടിപ്സ് കൊടുക്കൂലേ? അതിന് എപ്പോഴാണ് അവർ കോൾ ഫോർ ചെയ്തതനുസരിച്ച് അഡീഷണൽ ട്രെയിനിങ് കൊടുക്കും, ഇന്റർവ്യൂ ഉണ്ടായിട്ട് സ്പെഷ്യൽ ട്രെയിനിങ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ പറഞ്ഞു AAPC അപ്രൂവൽ ഉള്ള സെന്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ AAPC? അല്ലെങ്കിൽ പിന്നെ ലൈക്ക് എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? AAPC എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഇന്റർനാഷണൽ ബോർഡാണ് AAPC എന്ന് പറയുന്നത്. അമേരിക്കൻ അക്കാദമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ ഡയറക്റ്റ് അപ്രൂവൽ ഉള്ള കുറഞ്ഞ സ്ഥാപനങ്ങൾ, 3-4 സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തന്നെയുള്ളൂ. ഇന്ത്യയിൽ തന്നെ 2-3 സ്ഥാപനങ്ങൾ അവർ അപ്രൂവൽ ഇല്ലാത്ത കുറെ സ്ഥാപനം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, റെലവന്റ് ഇല്ലാത്ത ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ അപ്രൂവൽ ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റ് ഇതിന്റെ അപ്രൂവൽ നേടിയ സ്ഥാപനമാണ് കാർഡിയാക് കെയർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് ഡിഫറെന്റ് ഏരിയ നിന്ന് വരുന്നത്. മീൻസ് അതായത് എന്താണ്, ഇപ്പൊ ലാസ്റ്റ് വന്ന സ്റ്റുഡന്റ് കാശ്മീർ, മീൻസ് മലയാളം തന്നെയാണ്, ഫ്രം കാശ്മീർ. അതേപോലെ തന്നെ അവിടെ നിന്നൊക്കെ ഓൺലൈൻ സ്റ്റുഡൻസ് ഓൺലൈനായിട്ട് എക്സാം എല്ലാം നമ്മൾ അസിസ്റ്റൻസ് അവിടെ നിന്നുള്ള സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. കോവിഡ് വന്ന സമയത്ത് ഓൺലൈൻ എക്സാംസ് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ അത് അവിടെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഓൺലൈനായിട്ട് സപ്പോർട്ട് കൊടുത്ത് അവിടെ നിന്ന് എക്സാം ചെയ്ത് ക്ലിയർ ചെയ്ത് ഡയറക്റ്റ് സ്റ്റുഡൻസ് കമ്പനി മീൻസ് ഹോസ്പിറ്റൽസിൽ കോഡേഴ്സ് ആയിട്ട് കയറിയിട്ടുണ്ട്.
ഇതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഏത് കോഴ്സ് ഇല്ല ആൾക്കാർക്കും, അതായത് ഡിഗ്രി ഇല്ല ആൾക്കാർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ ഡിഗ്രി ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ചേരാൻ പറ്റും. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ഇവരുടെ ഹെൽപ്പും പിന്നെ നിങ്ങളുടെ പ്രയത്നവും കൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലേസ്ഡ് ആവാൻ പറ്റും. കാര്യം അത്രയും തൊഴിൽ സാധ്യത ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പുറത്തും ഇന്ത്യയിൽ, ഇനി നിയർ ഫ്യൂച്ചറിൽ വരും അല്ലേ? യെസ്. സംഗതി നമ്മൾ തമിഴിൽ കൊടുത്തത് ഇനി ചിട്ട് വെച്ചിട്ട് എക്സാം എഴുതണ്ട, ബുക്ക് നോക്കി എക്സാം എഴുതാന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു കോഴ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നത്. നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കോഡിംഗ് എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ഇവര് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് കൂടുതൽ ഡെപ്തിൽ മനസ്സിലായത്. യെസ്. അപ്പോൾ നമ്മൾ എപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മൾ ഈ ഡോക്ടർ, എഞ്ചിനീയറിംഗ് മറ്റേ ഓരോ കോഴ്സ് ഒരേ ആൾക്കാർ പഠിച്ച കോഴ്സിൻ്റെ പിന്നാലെ പോവാതെ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കുറേ കോഴ്സസും, ഇനി ഇതെന്നല്ല പുതിയ പുതിയ വെറൈറ്റി കോഴ്സസ്, ഒരുപാട് നല്ല നല്ല കോഴ്സസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്, നാട്ടിലും പുറത്തൊക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോഴ്സസ് നിങ്ങൾ എന്തായാലും തിരഞ്ഞെടുക്കണം. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി അറിയുന്നെങ്കിലും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈക്ക് BDS കഴിഞ്ഞ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇൻഷുറൻസ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിൽ. അപ്പോൾ അവർ തേർഡ് പാർട്ടി ആയിട്ടും കോഡേഴ്സ് ഒക്കെ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരിപ്പോൾ ഓൾമോസ്റ്റ് 8 years ഒക്കെ ആയിട്ട് അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ സാധ്യതകളുള്ള സംഭവമാണ്. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് ഇതൊരു പുതിയ കോഴ്സ് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് കാർഡിയ ഹെൽത്ത് കെയർ തന്നെ വന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ഇതൊരു നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള, അതായത് AAPC അപ്രൂവൽ ഉള്ള ഒരു സെന്ററാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. നമ്മൾ ഈ വീഡിയോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള സംഭവം എന്താണെന്ന് പരിചയപ്പെടുത്താന്നുള്ളതാണ്. അത് പലർക്കും അറിയില്ല, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അതിനെ കൊണ്ടുള്ള നമുക്കുള്ള സാധ്യതകൾ. പിന്നെ ഇത്രയും കുറച്ച് ഡ്യൂറേഷനേ ഉള്ളൂ, നമുക്കൊരു 3 months മാത്രമേ കോഴ്സ് ചെയ്യുള്ളൂ. പക്ഷേ ഇവർ പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ്. കാരണം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ആ ഡിഗ്രി വാല്യൂ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് പ്ലേസ്മെന്റിന് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ അത് ഏത് ഡിഗ്രി എന്നൊന്നുമില്ല, നമുക്ക് BCom കഴിഞ്ഞിട്ടോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടോ BDS കഴിഞ്ഞിട്ടോ BA ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഡിഗ്രി എന്നൊന്നും നിർബന്ധമില്ല, ഏത് ഡിഗ്രി കഴിഞ്ഞാലും നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത് ഇവരുടെ 2021 പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റാണിത്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണും. ഇത് നോൺ CPC ഉണ്ട്, BCom ആണ്. ഇത് നോൺ CPC ബയോടെക്, MSc ബയോടെക്, BSc കെമിസ്ട്രി, ഫിസിക്സ്, ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ ഒരുപാട് കോഴ്സ് പഠിച്ച കുറേ ആൾക്കാർ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ 20യും 21ലും ആയിട്ട് പ്ലേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റാണ്. ഇതാ ഇവരൊക്കെ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് നെക്സ്റ്റ് നിങ്ങളാവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. യെസ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇവരുടെ അടുത്ത് പ്ലേസ്ഡ് ആയ കുട്ടികൾ. ഇതാ ഈ കുട്ടിയുണ്ടോ, നഷിത. പുള്ളിക്കാരി BDS കഴിഞ്ഞിട്ട് CPC ചെയ്താണ്. ഇത് കണ്ടപ്പോഴാണ് പാത്തുവിനൊരു ആഗ്രഹം വന്നത്. നല്ല പത്തു? അങ്ങനെയല്ല, വെറുതെ ഒരു എക്സ്ട്രാ സാധനം കയ്യിലിരിക്കട്ടെ. ഞാൻ ഇതിന് തന്നെ ജോബിന് പോകാനൊന്നല്ല, ഞാൻ എന്തായാലും ഇത് എക്സാം എഴുതാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാമല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ കോഡിങ് എന്താ കോഴ്സ് എന്ന് പറഞ്ഞു, കോഴ്സിൽ എന്താ പഠിക്കാനില്ലെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇത് പ്ലേസ്ഡ് ആകുന്നതിനെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ജോബ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങളെ എക്സ്പെക്റ്റഡ് സാലറി പാക്കേജ് അതൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് ഇവിടെ കുറേ അലൂമിനി, അതായത് ഇവിടെ പഠിച്ചിറങ്ങിയിട്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ തന്നെ അലൂമിനി സ്റ്റുഡൻറ്റ് മിസ്റ്റർ ഫാസിൽ അല്ലേ? ഫാസിൽ ഏത് നാട്ടുകാരൻ? ഇവിടെ എടുത്താൽ 10-12. ഓക്കെ. അപ്പോൾ ഇവിടെ ഏത് കാലഘട്ടത്തിലായിരുന്നു ഇവിടെ പഠിച്ചത്? 2018 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്, നവംബറിൽ. ഒരു 3 വർഷം മുന്നേ. 3 വർഷം അല്ലേ? ഓക്കെ. അപ്പോൾ 3 മാസം കൊണ്ട് കറക്റ്റ് കോഴ്സ് തീർന്നിട്ടുണ്ടായിരുന്നു? 3 മാസം കൊണ്ട് കോഴ്സ് തീർന്ന് 1 മാസം നമ്മൾ എക്സാം പ്രിപ്പറേഷൻ ചെയ്തതിൻ്റെ ഇടയിൽ നമുക്ക് പ്ലേസ്മെന്റ് ആയതുകൊണ്ട് അങ്ങനെ മാറി. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ? ഇപ്പോൾ 2 കൊല്ലം എക്സ്പീരിയൻസ് ആയി. ഓക്കെ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോട്ടീസ് പീരീഡിലാണുള്ളത്. ഓക്കെ. അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടി ഓൾറെഡി വർക്ക്. ഇപ്പോൾ 2-3 കമ്പനിയിൽ ഇതേമാതിരി ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിൽ കറണ്ട് കമ്പനിയിൽ റിസൈൻ ചെയ്തിട്ട് നോട്ടീസ് പീരീഡിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കോഴ്സ് പഠിക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കോഴ്സ് പഠിക്കാൻ ഇപ്പോൾ നമുക്ക് എന്താ മെയിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഓപ്പൺ ബുക്കാണ്. ഇതിൻ്റെ എക്സാം ആയാലും കോഴ്സ് പഠിക്കുന്ന ഫുള്ള് ഓപ്പൺ ബുക്കാണ്. ഇപ്പോൾ നമ്മൾ വേറെ ഏത് കോഴ്സ് ചെയ്യുമ്പോൾ എക്സാം നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ബുക്ക് തുറന്നു വെച്ചിട്ടാണ് എക്സാം എഴുതാന്നില്ല. അത് ഓപ്പൺ ബുക്ക് ആവുന്നതുകൊണ്ട് നമുക്ക് കോഴ്സ് പഠിക്കാനും സുഖമാണ്. പിന്നെ നമുക്ക് കറക്റ്റ് സപ്പോർട്ടാണ് ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. ഇവിടുത്തെ ഫാക്കൽറ്റി അത് ഞാൻ ചോദിച്ചില്ല, മൂപ്പരൻ്റെ അടുത്ത് പറഞ്ഞാണ്. ഓക്കെ. അത് ഒരു ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ കോഴ്സിന് ചെയ്ത് ഞാൻ ഇപ്പോൾ 1 മാസം
കോഴ്സിന് ശേഷം ഞാൻ ഇതിൻ്റെ എക്സാം പ്രിപ്പറേഷൻ ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് പ്ലേസ്മെൻ്റ് ഒരു ഓഫർ വന്നത് ഇതേപോലെ ഒരു കമ്പനിയിൽ നിന്ന്. അങ്ങനെ അവിടെ ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് കിട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് ജോബ് കിട്ടി? അതെ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പ്ലേസ്ഡ്. ഇപ്പൊ 2 വർഷത്തോളം കമ്പനിയിൽ വർക്ക് ചെയ്തല്ലേ? 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ പേപ്പർ ഇട്ടത്. ഇപ്പോൾ നോട്ടീസ് പീരീഡിലാണ് കറണ്ട് ഉള്ളത്. 2 മാസം നോട്ടീസ് പീരീഡ് വരുന്നുണ്ട്. ഇതെനിക്ക് പറയാലോ, മച്ചാൻ അത് പോരാളിയാന്ന് ചോദിച്ച പോലെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം, അതുപോലെ ബുക്ക് തുറന്നു വെച്ചിട്ട് എക്സാം എഴുതാം, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ആവാൻ വേണ്ടി, പ്ലേസ്ഡ് ആവാൻ വേണ്ടി ഇവരുടെ തന്നെ ഹെൽപ്പും, അതായത് ബാക്ക് സപ്പോർട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് നമ്മുടെ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ടും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വേണം അല്ലേ? സപ്പോർട്ടാണ് ഇവിടെ. പിന്നെ ഏതൊരു ജോബായാലും അല്ലെങ്കിൽ പിന്നെ ഏത് കോഴ്സ് ആയാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയത്നം നിർബന്ധമല്ലേ? അതെന്തായാലും വേണം. അല്ലാതെ ഇവർ വെറുതെ തള്ളി വിടുമെന്ന് വിചാരിച്ചിട്ട് അത് പ്രതീക്ഷ ഇങ്ങോട്ടേക്ക് വരണ്ട അല്ലേ? മാക്സിമം നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം. നമ്മൾ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഹൈക്കിൽ എത്താൻ പറ്റും. ഓക്കെ. അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിരുന്നു. പക്ഷെ എല്ലാ സ്റ്റുഡന്റിനും ഓരോ സ്റ്റോറി പറയണം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റുഡന്റിനെ വിളിക്കാം. അപ്പൊ അടുത്ത സ്റ്റുഡന്റ് നമ്മൾ കൂടെ ഉള്ളത് ഫായിസ്, മിസ്റ്റർ ഫായിസ്. ഫായിസിനെ പറ്റി എടുത്ത് പറയാനുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ മൂപ്പര് +2 കഴിഞ്ഞിട്ട് ഒരുപാട് കോഴ്സ് പരീക്ഷ നോക്കി അല്ലേ? യെസ്, കുറേ കോഴ്സ് പരീക്ഷ നോക്കി. അങ്ങനെ ലാസ്റ്റാണ് മൂപ്പര് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സിലേക്ക് വന്നത്. അപ്പോൾ ഫായിസ് ബ്രോ ഇതുവരെ എത്ര കോഴ്സ് ചെയ്തിട്ടുണ്ടാവും ഏകദേശം? 7-8 കോഴ്സ് ചെയ്തിട്ടാ? അതൊരു റെക്കോർഡാണ്. ഓക്കെ. എന്നിട്ട് അതിൽ ഒരുപാട് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബികോം കംപ്ലീറ്റ് ചെയ്തു. ബികോം കംപ്ലീറ്റ് ചെയ്തിട്ടതിന് ശേഷം ബികോം ബേസ്ഡ് ഒരുപാട് കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കോഴ്സിൽ എനിക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനൊന്നും ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എന്തോ ഒരു ഇന്നർ ഫീലിംഗ്, ഇത് എനിക്ക് പറ്റിയല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ അതിന് ശേഷം കുറെ കാലത്തിന് ശേഷം മെഡിക്കൽ കോഡിനെ കുറിച്ച് കേൾക്കുന്നതും പിന്നെ ഒരു ഫീൽഡിൽ വരുന്നത്. ഓക്കെ. പിന്നെ വന്നതിന് ശേഷം തന്നെ ജസ്റ്റ് ഒരു 3 months കൊണ്ട് ഞാൻ പ്ലേസിലായി വന്നു. 3 മാസം കൊണ്ട് മൂപ്പര് പഠിച്ചു ഇറങ്ങി, ഇപ്പൊ പ്ലേസ്ഡ് ആയി അല്ലേ? ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഒമേഗ ബാംഗ്ലൂർ എന്നുള്ളൊരു കമ്പനി ഫേമിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ അടിപൊളിയാണ് കാര്യങ്ങൾ. ഈ കോഴ്സ് എടുത്ത് നന്നായി തോന്നുന്നുണ്ട് അല്ലേ? യെസ്, ഇതും മൂപ്പര് റിയൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അടുത്ത സ്റ്റുഡന്റ് വിളിക്കാം നമുക്ക്. സുഹേലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിലിപ്പോ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, എത്രത്തോളം ബുദ്ധിമുട്ടുള്ള വർക്കാണ്? ഇല്ല, ഞാൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാൻ ചെയ്യുന്ന AD എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ബുദ്ധിമുട്ടായി തോന്നിയില്ല. പിന്നെ ചില ബുദ്ധിമുട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാൻ BBA ആവുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ വല്ല ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. മിസ്റ്റർ മുബാറക് ബ്രോ, എന്തായാലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിവിടെ വന്നിട്ടുണ്ടാവാം. അപ്പൊ ഏത് ഡിഗ്രിയാണ് കഴിഞ്ഞത്? ഫിസിക്സ്. ഇവിടെ ഏതൊക്കെ ഡിഗ്രി എടുത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ഫിസിക്സ് പഠിച്ചതിന് ശേഷം ഈ മെഡിക്കൽ കോഡിങ്ങിലേക്ക് നിങ്ങൾക്ക് മാറാനുണ്ടായിരുന്നുണ്ട്? ഓക്കെ, അങ്ങനെ വന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് ഈ കോഴ്സിനെ പറ്റി അറിയില്ല അല്ലേ? അപ്പൊ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇത് ശരിയാവോ, നടക്കോ എന്നല്ലേ? സെറ്റ്. അപ്പൊ ആദ്യം കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ക്ലിയർ ആണ്. എഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. മിസ്റ്റർ അജ്മൽ, മൂപ്പരെ കാര്യം പറയണമെങ്കിൽ ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ടായ ഓരോ സ്റ്റുഡൻസും അറ്റ്ലീസ്റ്റ് +2 സയൻസും എടുത്ത ആൾക്കാരാണ്. ഇത് ഹ്യൂമാനിറ്റീസ് എടുത്ത ആളാണ് അല്ലേ? 10th കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് ചെയ്ത് പിന്നെ ബികോം. അപ്പൊ ഏതൊക്കെയോ ഭാഗത്തേക്ക് കൂടി പോയിട്ട് ലാസ്റ്റ് എത്തിപ്പെട്ടത് മൂപ്പര് മെഡിക്കൽ കോഡിങ്ങിലേക്കാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ജോബിനെ പറ്റി എന്താ പറയാനല്ലേ, അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റി എന്താ പറയാനല്ലേ? ജോബിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇത് ഏത് തരം ബേസിലുള്ള സ്റ്റുഡൻസിനും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്ത്, അതായത് ഏതോ ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏതായാലും ബേസ് വിഷയമല്ല, നമുക്ക് ഏത് സയൻസ് ആയാലും നോൺ സയൻസ് ആയാലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയൊരു കോഴ്സാണ്. ഞാൻ എൻ്റെ കാര്യം തന്നെ ഞാൻ ഇപ്പോൾ BCom ആണ് എടുത്തിരുന്നത്. അതിന് ശേഷം കടിയിൽ വന്നിട്ട് മൂവീസ് ട്രയൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും നോക്കിയപ്പോൾ ട്രയൽ ക്ലാസ് ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ട്രയൽ ക്ലാസ്സിന് നമുക്ക് ഇത് ഈ കോഴ്സ് എടുക്കണോ വേണ്ടേന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം. അപ്പൊ അന്നേരം ഫീസ് അടക്കണ്ടേ? വേണ്ട, ഫീസും കാര്യങ്ങളും. ട്രയൽ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. ഞാനപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തേക്ക് എനിക്ക് നല്ലൊരു പരിപാടി. കാരണം നമുക്ക് കോഴ്സ് ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെയ്യാന്നൊക്കെ തോന്നും. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ അതിന് കാശൊക്കെ കൊടുത്ത് ചേർന്നതിന് ശേഷം അയ്യോ ഇതെനിക്ക് പറ്റിയ പരിപാടി എല്ലാം തോന്നും അല്ലേ, മനസ്സിലാവും. അപ്പൊ അതിന് പകരം ഇവിടെ ട്രയൽ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എടുത്തത്. അപ്പൊ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും നോക്കിയപ്പോ കുറെ പേര് പ്ലേസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ എടുത്ത് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പ്ലേസ്ഡ് ആയി, ഫുള്ള് സെറ്റായി. അപ്പൊ നമ്മൾ കുറെ സ്റ്റുഡൻസിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ നമുക്ക് ഒരാൾ കൂടെ ഉണ്ട്. പേരെങ്ങനെ ബ്രോ? ഹനീഫ്. മൂപ്പരോട് എനിക്ക് ചോദിക്കാനുള്ളത്,
ഞാനായിട്ട് അങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. ബ്രോനെ ഈ ഒരു കോഴ്സിനെ പറ്റിയും പ്ലേസ്മെന്റിനെ പറ്റിയും എന്താണ് പറയാൻ? ജെന്യൂൻ ആയിട്ടില്ല, ഇല്ല പോലെ പറഞ്ഞാൽ മതി. എന്താണ് പറയാൻ? ഞാൻ മുമ്പ് ഒരു സെയിൽസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സെയിൽസിൽ മെഡിക്കൽ വർക്കായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഒരു കമ്പനിയുടെ അവരുടെ ഐഡിയ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ അതെ. നമ്മൾ പഠിച്ച കോഴ്സുമായി ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു കോഴ്സ് പഠിച്ചത്? ഞാൻ BSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ. കെമിസ്ട്രി ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തത്. ഓക്കെ. എന്തായിരുന്നു പ്രൊഡക്റ്റ്? എന്തായിരുന്നു പ്രൊഡക്റ്റ്? ഡയഗ്നോസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരുന്നു. ഓക്കെ. മെഡിക്കൽ റിലേറ്റഡ്. ഓക്കെ. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഈ കോഴ്സിൽ അപ്പൊ ആ സെയിൽസിന് ഇങ്ങോട്ടേക്ക് മാറാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ജോലിക്ക് അനുസരിച്ചിട്ട് ഉള്ള ഒരു പേ സ്കെയിലാണ് അവിടെ നിന്ന് എനിക്ക് തോന്നിയിരുന്നത്. ഓക്കെ. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനൊക്കെ അതിന്റെ പേ സ്കെയിൽ ആയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലേ? മാത്രമല്ല നമ്മൾ പഠിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്തെങ്കിലും കമ്പനിയുടെ ഐഡിയ അതായിരുന്നു നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. മാനേജർ എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യണം. സെയിൽസിന്റെ ഇത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് പക്ഷേ ഇവിടെ വന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്താണ് പഠിച്ചത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതില് സെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നതിൽ ഹാപ്പിയാണ്. അടിപൊളി. അതാണല്ലോ അൾട്ടിമേറ്റ് സംഭവം. നമ്മൾ ഹാപ്പിനെസ് ആണ് മെയിൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് കുറേ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്, അല്ലാതെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയോ. ഇവരൊക്കെ ഞാൻ പേരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പെരിന്തൽമണ്ണക്കാർക്ക് ഇവരെ പറ്റി അറിയുന്നതായിരിക്കും. അപ്പോൾ ഇവരെ റിയൽ ലൈഫിലെ എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോലെ തന്നെ നിങ്ങൾക്കും ഈ കോഴ്സിനെ പറ്റി ഒരു ഐഡിയ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലിവിങ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന്റെ കുറേ എക്സാമ്പിൾസും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ, അതുപോലെ തന്നെ ഇവരുടെ ട്രയൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ ഡീറ്റെയിൽസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഫോൺ നമ്പർ, അതുപോലെ വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിച്ച് ചോദിക്കാം. ഓൺലൈനും ക്ലാസ് ഉണ്ട്. പുറത്ത് UAE ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ ട്രയൽ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് നോക്കാം. അതായത് ഇവരെ കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവര് വെബിനാർസ് ഉണ്ട്. വെബിനാർസ് എല്ലാ വീക്കും നടക്കുന്നുണ്ട്. യൂഷ്വലി തേഴ്സ്ഡേസ് ആണ് നടക്കുക. അത് കഴിഞ്ഞ് ഡെമോ ഉണ്ട്, പിന്നെ ട്രയൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ട്രയൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് അറിഞ്ഞിട്ട് മാത്രം നമുക്ക് ജോയിൻ ചെയ്യാം. യെസ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഒരു പുതിയ കോഴ്സാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അധികം പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ സാലറിയും അതേപോലെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടിട്ട് എന്തായാലും നോക്കാം. പിന്നെ സാധാരണ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ തമാശയും കളിയും ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യം, ഇത് കംപ്ലീറ്റ്ലി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും അതിനെടുക്കുമെന്ന് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഫുൾ എൻജോയ്മെന്റ് അല്ലേ, അങ്ങനെ പറയാം. യെസ്, എന്റർടൈൻമെന്റും എൻജോയ്മെന്റ് ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും, അതായത് പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ആ ഒരു ഇന്റൻഷനോട് കൂടി ചെയ്യുന്ന വീഡിയോ ആണ്. യെസ്. അതേപോലെ തന്നെ പാത്ത് ചിലപ്പോൾ ജോയിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. ജോയിൻ ചെയ്തിട്ട് ഇവിടെ പണിയെടുക്കട്ടെ, ഞാൻ ഇങ്ങനെ വീഡിയോ നടക്കും. അപ്പൊ നമുക്ക് പോവാം. യെസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാക്കിലുള്ളതാണ് നമ്മളെ ടീം കാർഡിയ ഫാമിലി. അപ്പോൾ ഇതെല്ലാം പെരിന്തൽമണ്ണ ടീമല്ല, ഓരോ സ്ഥലത്തായിട്ടുള്ള ആൾക്കാരാണ്. എന്നാലും ഫുൾ ആയിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തല്ലേ. അത് വാ. അപ്പോൾ ഇവർ നമ്മുടെ ടീം കാർഡിയ കണ്ണൂരിലെ ബ്രാഞ്ചിൻ്റെ ആണ്. പേരെന്ന് പറയും ബ്രോ? സഫീർ. ശരി. അത് കണ്ണൂർ ബ്രാഞ്ച്. അടുത്തത് കോഴിക്കോട് ബ്രാഞ്ച്. പേരെന്ന് പറഞ്ഞു ബ്രോ? ഫുഹാദ്, കോഴിക്കോട് ബ്രാഞ്ച്. പിന്നെ നമ്മളെ പെരിന്തൽമണ്ണ, നമ്മൾ ഇവിടുത്തെ ഈ ബ്രാഞ്ചിൻ്റെ പേര് സൽമാൻ ഫാരിസ്. ഇവിടെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലേ? യെസ്, ഇവിടെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവർ തന്നെ ഒരു ബ്രാഞ്ച് ഫ്രാഞ്ചൈസ് എടുത്തിട്ട് മൂപ്പരിപ്പോൾ കുറേ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്, കോഡിങ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? യെസ്. അടുത്തത് മഞ്ചേരി, തിരൂർ ബ്രാഞ്ച്. പേര് ഫിർദോസ് ഹാരിസ്. അടുത്തത് മഞ്ചേരി. യെസ്, മഞ്ചേരിയിൽ ഷെഫീഖ് അലി. ഇത് കൂടാതെ ഇവർക്ക് കാസർഗോഡും ബ്രാഞ്ച് ഉണ്ട്. കണ്ണൂർ നമ്മൾ ഓൾറെഡി പറഞ്ഞ്. പിന്നെ വേറെ ബ്രാഞ്ച് ഇല്ല, പാലക്കാടും ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ ഇതാ നമ്മളെ ഫൗണ്ടേഴ്സ് ഇവരോട് പറയണേ, ഇനിയും ഒരുപാട് ബ്രാഞ്ച് നിങ്ങൾക്ക് തുറക്കാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ വെബ്സൈറ്റ് ലിങ്ക് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫോൺ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ കോഴ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പുതിയ കോഴ്സ് മാത്രമല്ല, ഓൾറെഡി കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു നല്ല പെട്ടെന്ന് പ്ലേസ്ഡ് ആവാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കിയോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ഫീസ് കൊടുത്തിട്ട് ചേരേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ട്രയൽ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലേ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഈ കോഴ്സിന് ചേരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. കയ്യെല്ലാം സാനിറ്റൈസ് ചെയ്തു കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ തിരിക്കും.